ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ലെനീന. അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് VFA എക്സാം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന്റെ സ്റ്റഡി പ്ലാൻ ആയിട്ടാണ്. ഇപ്പൊ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ 100 ഡേ സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ 100 ദിവസം കൃത്യമായ സിലബസോട് കൂടി ടോപ്പിക്സ് ഡിവൈഡ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു 100 ഡേ സ്റ്റഡി പ്ലാനിലെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അതിനു മുന്നേ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് 10th ലെവൽ എക്സാം ആണ് അല്ലെ. അപ്പൊ 10th ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാം ആണ്. അപ്പൊ ഈ 10th ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള മറ്റു ചില എക്സാംസും കൂടെ നമുക്ക് എഴുതാൻ പറ്റും. ഈ ഒരു സ്റ്റഡി പ്ലാനോട് കൂടെ പഠിക്കുമ്പോൾ 10th പ്രിലിംസ് അതുപോലെയുള്ള പല എക്സാംസും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതാണെങ്കിൽ പ്രിലിംസ് ഇല്ലാതെ ഒറ്റ എക്സാം ആയിട്ടാണ് VFA എക്സാം നടക്കുന്നത്. എക്സാം വരാൻ പോകുന്നത് സെപ്റ്റംബർ ടു നവംബർ ആ ഒരു മാസങ്ങളിലാണ്. സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലാണ് VFA എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഇതിന്റെ സിലബസ് അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ നോക്കാം. ഫസ്റ്റ് ഡേ 1 നമുക്ക് ബയോളജിയാണ്. ഡേ 1 ബയോളജിയിൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന ഭാഗത്ത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന ഭാഗമാണ് ബയോളജിയിൽ വരുന്നത്. അപ്പൊ അതിൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ജീവിതശൈലി രോഗങ്ങൾ എന്നിവ ആദ്യത്തെ ദിവസം പഠിക്കണം. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഏതൊരു 10th ലെവൽ എക്സാമിന് നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ കാണുന്ന ടോപ്പിക്കാണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അതേപോലെ ജീവിതശൈലി രോഗങ്ങൾ. അപ്പൊ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കാണുന്ന ടോപ്പിക്കാണ് ഈ ഒരു സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. അപ്പൊ കൃത്യമായിട്ട് ഇത് ഫസ്റ്റ് ഡേ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1-2 മാർക്ക് ഇവിടെ നിന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇപ്പൊ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ജീവിതശൈലി രോഗങ്ങൾ ഫസ്റ്റ് ഡേ പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ഫസ്റ്റ് ഡേ അതിന്റെ കൂടെ തന്നെ എക്കണോമിക്സും കൂടെ പഠിക്കണം. എക്കണോമിക്സിലെ പഞ്ചവത്സര പദ്ധതികൾ എക്കണോമിക്സിൽ വരുന്നതാണ് പഞ്ചവത്സര പദ്ധതികൾ. അപ്പൊ പഞ്ചവത്സര പദ്ധതികളും ഈ സാംക്രമിക രോഗങ്ങളുടെ കൂടെ തന്നെ പഠിക്കാൻ നോക്കുക. അതാണ് ഡേ 1 വരുന്നത്. ഇനി ഡേ 2 ആണെങ്കിലോ, ഡേ 2 ഇംഗ്ലീഷ് ആണ് വരുന്നത്. ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും സിംഗുലർ ആൻഡ് പ്ലൂരലും ആണ് ഡേ 2 ഇംഗ്ലീഷിൽ പഠിക്കേണ്ടത്. ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് സിംഗുലർ ആൻഡ് പ്ലൂരൽ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഭാഗമാണ് ആർട്ടിക്കിൾസ്. അപ്പൊ അത് ഡേ 2 നമുക്ക് പഠിക്കാം. അതിന്റെ കൂടെ തന്നെ എക്കണോമിക്സിലെ പ്ലാനിംഗ് കമ്മീഷൻസ്, എക്കണോമിക്സിലുള്ള പ്ലാനിംഗ് കമ്മീഷൻസും ഡേ 2 നമ്മൾ നോക്കേണ്ടതാണ്. അതേപോലെ ഡേ 2 ഇതിന്റെ കൂടെ തന്നെ കറണ്ട് അഫയേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സും ഡേ 2 വരുന്ന ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡേ 3 നോക്കാം. ഡേ 3 മാത്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ മാത്സിൽ ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. അടിസ്ഥാനമായിട്ട് മാത്സിൽ നമ്മൾ സംഖ്യകളെയും കൂട്ടലും കുറക്കലും അതൊക്കെയാണല്ലോ അടിസ്ഥാന ക്രിയകൾ എന്ന് പറയുന്നത്. അത് ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതാണ് മാത്സിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. 3ാമത്തെ ദിവസം സംഖ്യകളും അടിസ്ഥാന ക്രിയകളും സ്റ്റാർട്ട് ചെയ്യാം. ദെൻ 3ാമത്തെ ദിവസം തന്നെ ബയോളജി വീണ്ടും വന്നിട്ടുണ്ട്. ബയോളജിയിൽ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പൊ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റി എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട് അല്ലെ. ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഭാഗമാണ്. അതേപോലെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അറിഞ്ഞിരിക്കാം. അപ്പൊ 3ാമത്തെ ദിവസം മാത്സും ബയോളജിയും കൂടെ പഠിച്ചു കഴിയും. ഇനി 4ാമത്തെ ദിവസം ഫിസിക്സും മാത്സും മലയാളവും കൂടെയാണ് 4ാമത്തെ ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഫിസിക്സ്, മാത്സ്, മലയാളം. അപ്പൊ 4th ഡേ ഫിസിക്സിൽ പ്രവൃത്തിനെ പറ്റിയാണ് 4th ഡേ ഫിസിക്സിൽ പഠിക്കേണ്ടത്. അപ്പൊ ഊർജം, പ്രവൃത്തി, ഊർജം, പവർ, ഇത്രയും ഫിസിക്സിൽ പഠിച്ചു വെക്കുക. പ്രവൃത്തി, ഊർജം, പവർ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഗണിത പ്രശ്നങ്ങൾ. പ്രവൃത്തി, ഊർജം, പവർ അത് റിലേറ്റഡ് ഗണിത പ്രശ്നങ്ങളും. ഉത്തോലകങ്ങൾ, വിവിധ തരം ഉത്തോലകങ്ങൾ, ഇത്രയും ടോപ്പിക്ക് ഫിസിക്സിൽ 4ാമത്തെ ദിവസം പഠിക്കണം. പ്രവൃത്തി, ഊർജം, പവർ, ഉത്തോലകങ്ങൾ, വിവിധ തരം ഉത്തോലകങ്ങൾ 4ാമത്തെ ദിവസം പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഇനി മാത്സ് ആണെങ്കിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും വീണ്ടും 4ാമത്തെ ദിവസം നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ബാക്കി 3rd ഡേ പഠിച്ചതിന്റെ ബാക്കിയായിട്ട് 4th ഡേയും പഠിക്കാം, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. ഇനി മലയാളത്തിൽ 4ാമത്തെ ദിവസം മലയാളത്തിൽ ഒറ്റപ്പദം എന്ന ടോപ്പിക്ക് പഠിക്കാം. അപ്പൊ ഒറ്റപ്പദം മലയാളത്തിൽ 4ാമത്തെ ദിവസം പഠിക്കേണ്ട ടോപ്പിക്കാണ്. മലയാളം നമ്മൾ 4ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി അടുത്തതായിട്ട് 5ാമത്തെ ദിവസം ഡേ 5 ആണ്. ഡേ 5 ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം എന്നിവയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കേണ്ടത്.
ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം എന്നിവ കോൺസ്റ്റിറ്റ്യൂഷനിൽ 5th ഡേ 5ാമത്തെ ദിവസം പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. ഇനി ഇംഗ്ലീഷ് ആണെങ്കിൽ 5ാമത്തെ ദിവസം ഇംഗ്ലീഷിൽ യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് ഓക്സിലറി വേർബ്സ് ആൻഡ് ഫ്രേസൽ വേർബ്സ്. ഓക്സിലറി വേർബ്സിനെ പറ്റിയും ഫ്രേസൽ വേർബിനെ പറ്റിയാണ് 5ാമത്തെ ദിവസം ഇംഗ്ലീഷിൽ നോക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. അപ്പൊ ഇതൊക്കെ ഫസ്റ്റ് കുറച്ച് ഭാഗങ്ങളായിട്ട് എളുപ്പത്തിലുള്ള ടോപ്പിക്സ് ഇങ്ങനെ കവർ ചെയ്ത് പോവാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ 5ാമത്തെ ദിവസം ഓക്സിലറി ആൻഡ് ഫ്രേസൽ വേർബ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഭരണഘടനയെ പറ്റി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, ഭരണഘടനയുടെ ആമുഖം, ദെൻ പൗരത്വം എന്ന് പറയുന്ന ടേം. ഇത്രയും പഠിച്ചിരിക്കുക. അതേപോലെ 5ാമത്തെ ദിവസം ബാക്കി കറണ്ട് അഫയേഴ്സും കൂടെ നോക്കി പോകണം. ഓക്കെ, ഇനി 6th ഡേ ആണ്. 6th ഡേ നമുക്ക് പഠിക്കാനുള്ളത് മാത്സ് ആണ്. 6th ഡേ മാത്സ് പഠിക്കണം. മാത്സിൽ ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷര ശ്രേണികൾ എന്നിവയാണ് പഠിക്കുന്നത്. ശ്രേണികളെ കുറിച്ചാണ് 6ാമത്തെ ദിവസം മാത്സിൽ. അത് കുറച്ച് വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ 6ാമത്തെ ദിവസം മാത്സിലെ ശ്രേണികൾ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഇത്രയാണ് ഒരാഴ്ചത്തെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഒരാഴ്ച പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇത്രയുമാണ് ഒരാഴ്ച പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ. അപ്പോൾ 7ാമത്തെ ദിവസം ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യണം, റിവിഷൻ നടത്തുക. അപ്പൊ ഇതുപോലെ 100 ദിവസത്തെ ടൈം ടേബിൾ ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി ഈ ടൈം ടേബിൾ വെച്ച് തന്നെ മുന്നോട്ട് പോയാൽ നമുക്ക് എന്തായാലും VFA എക്സാം വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ 100 ഡേ സ്റ്റഡി പ്ലാൻ, 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാം പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു സെപ്റ്റംബർ നവംബർ ടൈമിലാണ്. ആ ഒരു സെപ്റ്റംബറിന്റെ നവംബറിന്റെ ഇടയിലായിട്ട് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ഈ ഒരു ടൈം, അത്രയും മാസങ്ങളുണ്ട്, അപ്പൊ ഒരു മാസം കൃത്യമായിട്ട് 100 ഡേ സ്റ്റഡി പ്ലാനും അതിന്റെ കൂടെ റിവിഷൻസും കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ കൃത്യമായി സ്റ്റഡി പ്ലാനോട് കൂടി കൃത്യമായ മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നല്ലൊരു അവസരമാണ്. അപ്പോൾ കൃത്യമായി അത് വിനിയോഗിക്കാൻ നോക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ. താങ്ക്